10 വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം മാസാമാസം 35 വർഷത്തേക്ക് നമുക്ക് ഇൻകം വന്നുകൊണ്ടേയിരിക്കും. അതും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഡബിൾ ദ എമൗണ്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞും നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ബാലൻസ് ആയി അന്നുണ്ടാവും. എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ നമ്മൾ മാസാമാസം 50,000 രൂപ SIP ആയി ചേർക്കുന്നു ഫോർ ദ നെക്സ്റ്റ് 10 ഇയേഴ്സ്. അറ്റ് ദ റേറ്റ് ഓഫ് 13% നമുക്ക് കിട്ടുന്ന കോർപ്പസ് എന്ന് പറയുന്നത് 1,23,00,000 രൂപയായിരിക്കും. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. ഇത് നിങ്ങൾ ഒരു 5 വർഷത്തേക്ക് ഗ്രോ ചെയ്യാൻ വിട്ടാൽ 1,23,00,000 എന്നത് 2,27,00,000 രൂപ ആയിട്ടുണ്ടാകും. ഇവിടെ നിന്ന് മാസാമാസം 1,00,000 രൂപ 5% ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വിഡ്രോ ചെയ്തുകൊണ്ട് വന്നാൽ, അതായത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യ വർഷം വിഡ്രോ ചെയ്യുന്നത് മന്ത്ലി 1,00,000 രൂപയായിരിക്കും. സെക്കൻഡ് ഇയർ ഒന്ന് നോക്കുവാണെങ്കിൽ 1,00,000ന്റെ 5% എന്ന് പറയുന്നത് 1,05,000 രൂപ. ഇങ്ങനെ നിങ്ങൾ 35 വർഷത്തേക്ക് വിഡ്രോ ചെയ്തുകൊണ്ട് പോയാൽ 35ാമത്തെ വർഷം മാസാമാസം നിങ്ങൾ വിഡ്രോ ചെയ്തെടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 4,51,000 രൂപയായിരിക്കും. സോ ഇവിടെ നിങ്ങൾ 35 വർഷം കൊണ്ട് ടോട്ടൽ വിഡ്രോ ചെയ്തെടുത്തിട്ടുള്ള എമൗണ്ട് നോക്കിയാൽ 10,81,00,000 രൂപയായിരിക്കും. എന്നാലും അന്ന് നിങ്ങൾക്ക് ബാലൻസ് ആയി നിങ്ങളുടെ കയ്യിൽ ഒരു 7 കോടി രൂപ ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക്കുകൾ പ്രോപ്പറായ കാൽക്കുലേഷനിലൂടെ ലഭിക്കാൻ നമ്മുടെ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തോളൂ. സോ നിങ്ങൾക്കും ഇതുപോലെ പ്രോപ്പറായി പ്ലാൻ ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ലോങ് ടേമിൽ നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.